കടുപ്പത്തിൽ ഒരു കഥയുടെ 3ാമത്തെ സീസണാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. സീസൺ 3യിൽ നമുക്കല്പം വ്യത്യസ്തതയാകാം. മലയാള സാഹിത്യത്തിലെ വായിച്ചു മറന്ന ചില കഥകൾ, കഥകളുടെ ലോകത്ത് അടയാളങ്ങൾ അവശേഷിപ്പിച്ച കഥാകൃത്തുക്കൾ, ചില ആസ്വാദനങ്ങൾ എന്നിങ്ങനെ. കഥകൾ എല്ലാ കാലവും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. കഥകൾ കേൾക്കാനും പറയാനും, ഇനി ചിലർക്കൊക്കെ കഥകൾ മെനഞ്ഞെടുക്കാനും. നമുക്കെല്ലാവർക്കും സുപരിചിതയായ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ഭാഷയുടെ നൈർമല്യം കൊണ്ടും കൊച്ചു കൊച്ചു വാക്കുകളാലും മാധവിക്കുട്ടിയുടെ കഥകൾ എക്കാലവും വായനക്കാരുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നിരുന്നു. അതിസാധാരണമായ പ്രയോഗങ്ങൾ കൊണ്ട്, മനോഹരവും ഹൃദയസ്പർശിയുമായ ഭാവനാ ലോകം കൊണ്ടൊക്കെ മലയാള കഥാലോകത്തെ ഓജസ്സുറ്റതാക്കിയ കഥാകാരി. പ്രശസ്ത കവയിത്രി നാലപ്പാട്ട് ബാലാമണി അമ്മയുടെയും മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററായിരുന്ന VM നായരുടെയും മകളായി 1932 കമല ജനിച്ചു. ഭാഷയിൽ അപൂർവമായി സംഭവിക്കുന്ന ചില വിസ്മയങ്ങളുണ്ട്. അത്തരമൊരു വിസ്മയമാണ് മാധവിക്കുട്ടി. മലയാളത്തിൽ എഴുതുമ്പോൾ മാധവിക്കുട്ടിയായും ഇംഗ്ലീഷിൽ കമലാദാസായും നമുക്ക് എഴുത്തിൻ്റെ ഇന്ദ്രജാലം കാട്ടിത്തന്നിരുന്ന അസാമാന്യ പ്രതിഭ. പ്രിയപ്പെട്ടവർക്കിടയിൽ ആമിയും ആമിയോപ്പവും ഒക്കെയായിരുന്ന ആ വ്യക്തിത്വം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്പം ഒരു കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കമലാ സുരയ്യ എന്ന പുതിയൊരു പേരിലേക്കും രൂപത്തിലേക്കും മാറിയിരുന്നു. എന്തായാലും വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന മാധവിക്കുട്ടി മൈ ലൈഫ് മൈ റൂൾസ് എന്നതൊക്കെ എത്രയോ നേരത്തെ സെറ്റ് ചെയ്തിരുന്നു. എഴുത്തിന്റെ ഏത് ഘട്ടത്തിലും അവരെ ചേർത്ത് പിടിച്ച് ഒപ്പമുണ്ടായിരുന്ന ജീവിത പങ്കാളി മാധവദാസ് ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം. ആശയപരമായി എന്തൊക്കെ വിയോജിപ്പുകൾ, നീരസങ്ങൾ ഒക്കെ ഉണ്ടായാലും മലയാളികൾക്ക് എന്നും വീട്ടിലെ കുട്ടിയായിരുന്നു ആ വ്യക്തിത്വം. 2009 മെയ് 31 അന്തരിച്ച ആ പ്രതിഭ അനേകം കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഇന്നും വായനക്കാരുടെ ഓർമ്മകളിലുണ്ട്. 1962 മാധവിക്കുട്ടി എഴുതിയ നെയ്പായസം എന്ന കഥ ഏതൊരു കാലത്തും വായനക്കാരനെ അടക്കിപ്പിടിച്ച ഒരു കണ്ണീരിൻ്റെ നനവിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. നിങ്ങളിൽ മിക്കവരും ഈ കഥ വായിച്ചിട്ടുണ്ടാകാം. ചിലരൊക്കെ വായിച്ച് മറന്നു കാണും. ഇനിയും വായിച്ചിട്ടില്ലാത്തവരിലേക്ക് നിത്യഹരിതമായ ഈ കഥ എത്തിക്കുക, വായിച്ചു മറന്നവരുടെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. അതാണ് ഇന്നത്തെ കഥാവായനയുടെ ഉദ്ദേശം. പുനർവായനയ്ക്ക് എന്തുകൊണ്ടും അർഹമായ ഈ കഥ നെയ്പായസം. നമുക്ക് കഥയിലേക്ക് കടക്കാം. ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ചുകൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം. കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്നവർ 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത്. ബസ്സിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളും വെവ്വേറെ എടുത്ത് പരിശോധിച്ചു. രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടാണ്. മൂടി പുതച്ച് കിടന്നാ പറ്റുമോ ഉണ്ണിയെ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു. അതിനുശേഷം ഉലഞ്ഞ വെള്ള സാരി ഉടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി. തനിക്ക് ഒരു വലിയ കോപ്പയിൽ കാപ്പി കൊണ്ടുവന്ന് തന്നു. പിന്നെ എന്തെല്ലാം ഉണ്ടായി? മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞുവോ? എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞതൊന്നും ഓർമ്മ വരുന്നില്ല. മൂടി പുതച്ച് കിടന്നാ പറ്റുമോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ആ വാക്യം മാത്രം മായാതെ ഓർമ്മയിൽ കിടക്കുന്നു. അത് ഒരു ഈശ്വരനാമം എന്ന പോലെ അയാൾ മന്ത്രിച്ചു. അത് മറന്നുപോയാൽ തൻ്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നി. ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അലൂമിനിയം പാത്രങ്ങളിലാക്കി അവൾ എടുത്തുകൊണ്ടുവന്ന് തന്നു. അവളുടെ വലത്ത് കൈയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു. ഓഫീസിൽ വെച്ച് അവളെപ്പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുകയുണ്ടായിട്ടില്ല. 1-2 കൊല്ലങ്ങൾ നീണ്ടുനിന്ന ഒരു അനുരാഗ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ല. എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയില്ല. പണത്തിന്റെ ക്ഷാമം, കുട്ടികളുടെ അനാരോഗ്യ കാലങ്ങൾ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു. അവൾക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞു. അയാൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചു. എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു. ആൺകുട്ടികളായിരുന്നു. ഉണ്ണി 10 വയസ്സ്,
ബാലൻ 7 വയസ്സ്, രാജൻ 5 വയസ്സ്. മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്കു പറ്റി നിൽക്കുന്ന 3 കുട്ടികൾ. പറയത്തക്ക സൗന്ദര്യമോ സാമർഥ്യമോ ഒന്നുമില്ലാത്തവർ. പക്ഷേ അമ്മയും അച്ഛനും അന്യോന്യം പറഞ്ഞു, ഉണ്ണിക്ക് എഞ്ചിനീയറിംഗിലാ വാസന, അവൻ എപ്പോഴും ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബാലനെ ഡോക്ടറാക്കണം, അവന്റെ നെറ്റി കണ്ടുവോ, അത്ര വലിയ നെറ്റി ബുദ്ധിയുടെ ലക്ഷണാ. രാജന് ഇരുട്ടത്ത് നടക്കാനും കൂടി പേടിയില്ല, അവൻ സമർത്ഥന, പട്ടാളത്തിൽ ചേരേണ്ട മട്ട. അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൽ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ്. 1-ാം നിലയിൽ 3 മുറികളുള്ള ഒരു ഫ്ലാറ്റ്. ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് 2 ആൾക്ക് നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുമുണ്ട്. അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി ഒരു പൂച്ചട്ടിയിൽ വളരുന്നു. പക്ഷെ ഇതുവരെ പൂവുണ്ടായിട്ടില്ല. അടുക്കളയിൽ ചുമരിന്മേൽ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ പിച്ചള ചട്ടുകങ്ങളും കരണ്ടികളും തൂങ്ങിക്കിടക്കുന്നു. സ്റ്റൗവിൻ്റെ അടുത്ത് അമ്മ ഇരിക്കാറുള്ള ഒരു തേഞ്ഞ പലകയുണ്ട്. അവൾ അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക. ബസ് നിന്നപ്പോൾ അയാൾ ഇറങ്ങി. കാലിൻ്റെ മുട്ടിന് നേരിയൊരു വേദന തോന്നി. വാദമായിരിക്കുമോ? താൻ കിടപ്പിലായാൽ കുട്ടികൾക്കിനി ആരാണുള്ളത്? പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ഒരു മുഷിഞ്ഞ കൈലേസുകൊണ്ട് മുഖം തുടച്ച് ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. കുട്ടികൾ ഉറങ്ങിയിരിക്കുമോ? അവർ വല്ലതും കഴിച്ചുവോ? അതോ കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിയോ? കരയാനുള്ള തൻ്റെ ഇടവും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ താൻ അവളെ എടുത്ത് ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി എന്താണ് കരയാതെ വെറുതെ നോക്കി നിന്നത്? ചെറിയ മകൻ മാത്രം കരഞ്ഞു. പക്ഷേ അവന് ടാക്സിയിൽ കയറണമെന്ന വാശിയായിരുന്നു. മരണത്തിൻ്റെ അർത്ഥം അവർ അറിഞ്ഞിരുന്നില്ല, തീർച്ച. താൻ അറിഞ്ഞിരുന്നുവോ? ഇല്ല. എന്നും വീട്ടിൽ കാണുന്ന അവൾ ഒരു വൈകുന്നേരം യാതൊരാളോടും യാത്ര പറയാതെ നിലത്ത് ഒരു ചൂലിൻ്റെ അടുത്ത് വീണു മരിക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നുവോ? ഓഫീസിൽ നിന്ന് വന്നപ്പോൾ താൻ അടുക്കളയുടെ ജനൽവാതിൽ കൂടി അകത്തേക്ക് നോക്കി. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു. ഉണ്ണി വിളിച്ചു പറയുകയാണ്, ഫസ്റ്റ് ക്ലാസ് ഷോട്ട്. താൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. വായ അല്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു. തല തിരിഞ്ഞു വീണതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഹൃദയസ്തംഭനമാണ്, മരിച്ചിട്ട് 1.5 മണിക്കൂറായി. പല വികാരങ്ങൾ. അവളോട് അകാരണമായ ഒരു ദേഷ്യം. അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പോയല്ലോ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ആരാണ് ദീനം പിടിപെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക? എൻ്റെ ഭാര്യ മരിച്ചു, അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എത്ര നല്ല ഒരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത്. ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചുവെന്ന്. മേലുദ്യോഗസ്ഥൻ ഒരു പക്ഷേ തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചേക്കാം. ഞാൻ വളരെ വ്യസനിക്കുന്നു, അയാൾ പറയും. ഹഹ, അയാളുടെ വ്യസനം! അയാൾക്ക് അവളെ അറിയില്ല. അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അതെല്ലാം തൻ്റെ നഷ്ടങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്നു പറഞ്ഞു, അമ്മ വന്നിട്ടില്ല. അവർ ഇത്ര വേഗം ഇതെല്ലാം മറന്നുവോ? ടാക്സിയിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ചു മടങ്ങി വരുമെന്ന് അവർ വിചാരിച്ചുവോ? അയാൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഉണ്ണി, അയാൾ വിളിച്ചു. എന്താ അച്ഛാ? ഉണ്ണി കട്ടിൽമേൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ബാലൻ ഉറങ്ങി. നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ? ഇല്ല. അയാൾ അടുക്കളയിൽ തിണ്ണമേൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം: ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്. ഒരു സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും. മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ. വേണ്ട, അതൊന്നും ഭക്ഷിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കിത്തരാം, ഇതൊക്കെ തണുത്തിരിക്കുന്നു, അയാൾ പറഞ്ഞു. അച്ഛാ, ഉണ്ണി വിളിച്ചു. അമ്മ എപ്പോഴാ വരിക? അമ്മയ്ക്ക് മാറിയില്ലേ? സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ, അയാൾ വിചാരിച്ചു. ഇപ്പോൾ ഈ രാത്രിയിൽ ഈ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്? അമ്മ വരും, അയാൾ പറഞ്ഞു.
അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ചു. 2 കിണ്ണങ്ങൾ. ബാലനെ വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു. അച്ഛൻ നെയ്പായസം, രാജൻ പറഞ്ഞു. ആ പാത്രത്തിൽ തൻ്റെ ചുണ്ടാണി വിരൽ താഴ്ത്തി. അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേലിരുന്നു. ഉണ്ണി വിളമ്പിക്കൊടുക്കോ? അച്ഛന് വയ്യ, തലവേദനിക്കുന്നു. അവർ കഴിക്കട്ടെ. ഇനി ഒരിക്കലും അവൾ ഉണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു. കുറേ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, പായസം മതി, നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു. രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, അമ്മ അസല് നെയ്പായസം ഉണ്ടാക്കിയത്. തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. മാധവിക്കുട്ടിയുടെ കഥ നെയ്പായസം. എന്തുകൊണ്ടാണ് നെയ്പായസം എനിക്ക് പ്രിയപ്പെട്ട കഥയായത് എന്നതിൽ തീർച്ചയില്ല. ആദ്യ വായനയിൽ തന്നെ മനസ്സിൽ കയറിയ ഇഷ്ടവും താല്പര്യവും ഇപ്പോഴും തീരെ കുറഞ്ഞിട്ടില്ല എന്ന് മാത്രം അറിയാം. ഇന്നും തൊണ്ടയിൽ ഗദ്ഗതം തടയാതെ എനിക്ക് ഈ കഥ വായിച്ചു തീർക്കാൻ പറ്റില്ല. ഓരോ വായനയിലും ഈ കഥയിലെ പല പ്രയോഗങ്ങളും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ 2 പേർക്കും അച്ഛൻ അമ്മ എന്നല്ലാതെ പ്രത്യേക പേരുകൾ കൊടുത്തിട്ടില്ല. 2 പേരുകളുടെ തടവിലാക്കാത്തത് കൊണ്ട് തന്നെ ഈ കഥയ്ക്കൊരു പൊതു സ്വഭാവമുണ്ട്. ഏതു വീട്ടിലും ഏത് നാട്ടിലും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. അങ്ങനെ നടന്നാൽ ഈ കഥയിലെ അച്ഛൻ കയറിയിറങ്ങുന്ന വൈകാരിക ഭാവങ്ങളിലും സംഘർഷങ്ങളിലും കൂടി അവരൊക്കെ സഞ്ചരിക്കുകയും ചെയ്യും. സാധാരണയായി ഏതു വീട്ടിലും അമ്മ നിശബ്ദയായി ലിസ്റ്റിൽപ്പെടാത്ത അനേകം ജോലികൾ ചെയ്യുന്നുണ്ട്. അമ്മ ഉറങ്ങിയാൽ മാത്രം ഉണർന്ന് സ്വയം കാണിച്ചു തരുന്ന ജോലികൾ. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ മാത്രം തിരിച്ചറിയപ്പെടുന്ന അസംഖ്യം ചുമതലകളും പ്രവൃത്തികളും ഓരോ വീട്ടിലും അമ്മമാർ ചെയ്യുന്നുണ്ട്. രാവിലെ ഉണർന്നപ്പോൾ മുതൽ ഭാര്യ പലതും പറഞ്ഞിരുന്നുവെങ്കിലും ഒരേ ഒരു വാക്യം മാത്രമാണ് അയാളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത്. ഇത് എടുത്തു പറയുമ്പോൾ കഥാകാരി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം നിസ്സഹായതയാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും സംസാരിച്ചാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വാക്കുകൾ, ഇല്ലാതാകുന്ന നിമിഷം മുതൽ മറ്റുള്ളവർ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന വാക്കുകൾ. കുറച്ചു നേരത്തെ അനുരാഗത്തിന് ശേഷം വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹിതർ ആയിരുന്നിട്ട് കൂടി പൊട്ടിച്ചിരിക്കാനുള്ള കഴിവ് അയാൾക്ക് നശിച്ചു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ കൂടെ ജീവിതത്തിന്റെ പരുക്കൻ ഭാവങ്ങൾ അവരെ എവിടെ എത്തിച്ചു എന്ന് കഥാകാരി ചൂണ്ടിക്കാണിക്കുന്നു. കയ്യിൽ പറ്റിയിരിക്കുന്ന മഞ്ഞൾപ്പൊടി, വേഷത്തിലെ ശ്രദ്ധയില്ലായ്മ എന്നിങ്ങനെ 2-3 വിശേഷണങ്ങൾ കൊണ്ട് തന്നെ നിശബ്ദമായി കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീ കഥാപാത്രം വായനക്കാരനോട് അടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വാക്കുകളുടെ മാജിക്കിലൂടെ ആശയം വായനക്കാരനിലേക്ക് കൃത്യമായി എത്തിക്കുന്നു. എഴുത്തിന്റെ ആ ഒരു കല നമുക്കിവിടെ കാണാൻ കഴിയും. അമ്മ ഇരിക്കാറുള്ള തേഞ്ഞ പലക എന്നൊരു ബിംബം കഥയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് അച്ഛൻ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാനായി ആ പലകയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു റോൾ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ അച്ഛൻ്റെ വരുംകാല ജീവിതം ഒരു ചിത്രം പോലെ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നു. അമ്മ അസല് നെയ്പായസമാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇളയ മകൻ പായസം കഴിക്കുമ്പോൾ കണ്ണു നിറയുന്നത് കഥയിലെ അച്ഛന് മാത്രമല്ല, ആ വരികളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ്. അലിവിൻ്റെ, ആർദ്രതയുടെ അനവധി കഥകൾ മലയാളത്തിലുണ്ടെങ്കിലും എഴുത്തിൻ്റെയും ഭാവത്തിൻ്റെയും പ്രത്യേകതകൾ കൊണ്ട് മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്നും ഓർമ്മകളിൽ തങ്ങി നിൽക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. നമുക്ക് മറ്റൊരു പ്രിയപ്പെട്ട പ്രതിഭയുമായി അല്ലെങ്കിൽ മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.